കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏപ്രിൽ 26-നാണ് കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മുന്നണികളും പ്രചാരണ തിരക്കിലുമാണ്. കേരളത്തിൽ LDFും UDFും BJPയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വളരെ നേരത്തെ തന്നെ ഇടതുപക്ഷം സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരുന്നു. കഴിഞ്ഞ ദിവസമാണ് BJP അവരുടെ ശേഷിക്കുന്ന സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. എല്ലാ മണ്ഡലങ്ങളിലും 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളായതോടെ തിരഞ്ഞെടുപ്പ് കളം ഒന്നുകൂടി ചൂടുപിടിച്ചിരിക്കുകയാണ്. കരുത്തരായ നേതാക്കളെയാണ് സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായി BJP ഇത്തവണ കളത്തിലിറക്കിയിരിക്കുന്നത്. തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖറിനു വേണ്ടി പ്രചാരണത്തിനായി എത്തിയത് വിദേശകാര്യമന്ത്രിയായ S ജയശങ്കറാണ്. വയനാട് BJP സ്ഥാനാർത്ഥിയായ K സുരേന്ദ്രന് വേണ്ടി പ്രചരണത്തിനായി കളത്തിലിറങ്ങുന്നത് സ്മൃതി ഇറാനിയും. 2019-ൽ 20 സീറ്റിൽ 19 സീറ്റും നേടിയ ആശ്വാസത്തിലാണ് കോൺഗ്രസ് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എന്നാൽ സമീപകാലത്ത് കോൺഗ്രസിൽ നിന്നുള്ള ചില കൊഴിഞ്ഞുപോക്കുകൾ ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന് കണ്ടറിയണം. 2019-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 20-ൽ 1 സീറ്റ് മാത്രം നേടി ദയനീയമായി പരാജയം നേരിടേണ്ടി വന്ന ഇടതുപക്ഷത്തിന് ഈ തിരഞ്ഞെടുപ്പ് ഒരു മത്സര പരീക്ഷണത്തിന് സമാനമാണ്. അതിനാൽ തന്നെ എന്ത് വില കൊടുത്തും കൂടുതൽ സീറ്റുകൾ നേടണമെന്ന വാശിയിലാണ് LDF. അതിനാൽ തന്നെ ഈ തിരഞ്ഞെടുപ്പിനെ LDF വ്യക്തമായ കണക്കുകൂട്ടലിലൂടെയാണ് നേരിടുന്നത്. അതിനുദാഹരണമാണ് വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുള്ള സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടതും. പട്ടികയിൽ ഒരു MLAയും മന്ത്രിയും ഉൾപ്പെട്ടിട്ടുണ്ട്. വളരെ ജനസ്വീകാര്യതയുള്ള MLA ശൈലജ ടീച്ചറും മന്ത്രി K രാധാകൃഷ്ണനും സ്ഥാനാർത്ഥിയായി എത്തിയത് മറ്റു മുന്നണികൾക്ക് അപ്രതീക്ഷിതമായിരുന്നു. ആഴ്ചകൾക്ക് ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇപ്പോഴിതാ ഒരു അഭിപ്രായ സർവേ ഫലം വന്നിരിക്കുകയാണ്. ഇന്ത്യ TV CNX അഭിപ്രായ സർവേയിൽ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത്. BJPക്ക് 3 സീറ്റും UDFന് 10 സീറ്റും LDFന് 7 സീറ്റും ലഭിച്ചേക്കുമെന്നാണ് സർവേ ചൂണ്ടിക്കാണിക്കുന്നത്. ഓരോ പാർട്ടി അടിസ്ഥാനത്തിൽ കോൺഗ്രസ് 7 സീറ്റും CPM 5 സീറ്റും BJP 3 സീറ്റും CPI 1 സീറ്റും KCM അഥവാ കേരള കോൺഗ്രസ് മാണി വിഭാഗം 1 സീറ്റും മുസ്ലിം ലീഗ് 2 സീറ്റും RSP 1 സീറ്റും നേടുമെന്നാണ് പ്രവചനം. ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് സീറ്റ് ലഭിക്കുന്നതെന്ന് സർവേ വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ BJP 3 സീറ്റ് നേടുമെന്ന പ്രവചനത്തിൽ അത് തൃശ്ശൂരും തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലുമാണെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. എന്തുതന്നെയായാലും എത്ര സീറ്റ് വീതം ഓരോ മുന്നണികൾക്കും ലഭിക്കുമെന്നറിയാൻ വോട്ടെണ്ണൽ വരെ കാത്തിരിക്കേണ്ടത് അനിവാര്യമാണ്.